നമുക്ക് പോകാം ഗോവിന്ദപുരം PVS പാർക്ക് ഓർക്കിഡ് ഗാർഡനിൽ. ദീപക് ധർമ്മട നമ്മളോടൊപ്പമുണ്ട്. ദീപക്, നമ്മൾ ഇപ്പോൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ വിലക്കയറ്റത്തെക്കുറിച്ചാണ്. ഈ വിലക്കയറ്റം എങ്ങനെയാണ് നമ്മൾ ഓരോരുത്തരുടെയും കുടുംബങ്ങളെ ബാധിക്കുന്നത്, ജീവിതത്തെ ബാധിക്കുന്നത് എന്നാണ്. ഇന്ന് പല പ്രതികരണങ്ങൾ എടുത്ത കൂട്ടത്തിൽ ഒരാൾ പറഞ്ഞത് സാലറി ഒഴികെ ബാക്കി എല്ലാം കൂടുന്നുണ്ട് എന്നാണ്. പെട്രോൾ അടിച്ച് പോകണമെങ്കിൽ പെട്രോളിന് വില കൂടുതലാണ്, ബൈക്കുമായി പോകണമെങ്കിൽ ഒരു ഹോട്ടലിൽ കയറി ഭക്ഷണം കഴിക്കണമെങ്കിൽ അവിടെ സാധനങ്ങൾക്ക് വില കൂടുതലാണ്, ഭക്ഷണത്തിന് വില കൂടുതലാണ്. അതുപോലെ ഒരു ചായയും കടിയും കഴിക്കണമെങ്കിൽ ഇപ്പോൾ അതിൻ്റെ വില കൂട്ടിയിട്ടുണ്ട്. ഇനി അതല്ല, എന്തെങ്കിലും വീട്ടിലേക്ക് വാങ്ങിക്കൊണ്ട് പോകാം എന്ന് കരുതി പച്ചക്കറി വാങ്ങാൻ പോയി കഴിഞ്ഞാൽ അവിടെയും വില കൂടുതലാണ്. അങ്ങനെ സാലറി ഒഴികെ ബാക്കി എല്ലാം കൂടിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് എന്ന് ഇന്നൊരു പ്രതികരണം ഞാൻ കണ്ടു. അപ്പോൾ എന്താണ് ദീപക് ആ ഗോവിന്ദപുരം PVS പാർക്ക് ഓർക്കിഡ് ഗാർഡനിൽ കൂടിയിരിക്കുന്ന വീട്ടമ്മമാർക്ക് പറയാനുള്ളത്? അവരെത്രത്തോളം അസ്വസ്ഥരാണ് ഈ വില കൂടുന്നത് കാര്യത്തിൽ? ഗോപി, ഒരു കാര്യം, സാധാരണ ഈ നേരത്ത് വളരെ വിശ്രമിച്ച് TV-ക്ക് മുൻപിൽ സീരിയലൊക്കെ കാണുന്ന സ്ത്രീകൾ ഒരു പ്രതിഷേധം പോലെ പ്രതികരിക്കാൻ വേണ്ടി ഈ PVS ഓർക്കിഡ് ഗാർഡനിൽ നിന്നും വീട്ടമ്മമാർ കൂട്ടമായി പുറത്തേക്ക് ഇറങ്ങി എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം സാധാരണ ഇവരിങ്ങനെ ഒരു ചാനൽ ക്യാമറയ്ക്ക് മുൻപിലൊക്കെ വന്ന് പ്രതികരിക്കുന്ന അപൂർവമാണ്. നമുക്കിവിടുത്തെ ഫ്ലാറ്റ് ഓണേഴ്സിൻ്റെ അസോസിയേഷൻ്റെ സെക്രട്ടറിയോട് ആദ്യം ചോദിച്ചു തുടങ്ങാം. എത്രമാത്രം രൂക്ഷമാണ് ഈ പ്രതിസന്ധി? കാരണം വലിയ രീതിയിൽ വില കയറുന്നു. ഏറ്റവും ഒടുവിൽ ഇപ്പോൾ പാലിന് വില കയറി, ഗ്യാസിന് മാത്രമല്ല, ഫ്ലാറ്റ് ആകുമ്പോൾ നിങ്ങൾക്ക് പരിമിതികളുണ്ട്. വിറകടുപ്പ് പാടെ ഉപേക്ഷിക്കേണ്ട അവസ്ഥയാണ്. അതെ, ഇത് വലിയൊരു ചതിയാണ് നമ്മളോട് പ്രത്യേകിച്ച് ഈ ടൗൺഷിപ്പിൽ താമസിക്കുന്ന നഗരവാസികളോട് ചെയ്യുന്നത്. കാരണം അവർക്ക് യാതൊരു തരത്തിലും വേറൊരു ഇതില്ല, ഓപ്ഷൻ ഇല്ല അവർക്ക്. ഓൺലി ദേ ഹാവ് ടു യൂസ് ദ ഗ്യാസ്. ആൻഡ് എല്ലാവരും ജോലിക്ക് പോകുന്നവരാണ്. ആ സമയത്തിനുള്ളിലെല്ലാം അവർ ടൈം വെച്ചിട്ട് എല്ലാം ചെയ്യുന്ന സമയത്ത് ഗ്യാസ് ഇല്ലാതെ വരിക, പെട്ടെന്ന് തീരുക, അടുത്ത സിലിണ്ടർ ഇല്ലാതെ വരിക, ഓപ്ഷണൽ സിലിണ്ടർ ഓൾട്ടർനേറ്റീവ് ഇല്ല. അപ്പം ഭയങ്കര ഈ വിലക്കയറ്റം അവർക്ക് ചെയ്യുമ്പോൾ ഈ വില കൂടി വരുമ്പം ഭയങ്കര ബുദ്ധിമുട്ടാണ്. അത് മാത്രമല്ല, ഈ ഗ്യാസിന് വില കൂടുന്നതനുസരിച്ച് എല്ലാത്തിനും വില കൂടി. ഇപ്പൊ പറഞ്ഞ ഒരു ചായക്ക് 22 രൂപ കൊടുക്കണമെന്ന്. ഇപ്പൊ നമുക്ക് പുറത്ത് പോയി ഒരു 22 രൂപയ്ക്ക് ഒരു ചായ കുടിക്കാൻ പറ്റുമോ? എത്ര രൂപ ചായ കുടിക്കാൻ പറ്റും? അതൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇത് ഗവൺമെന്റ് ചെയ്യുന്ന ഭയങ്കര ഒരു ചതിയായിട്ട്. ആന്റി പറഞ്ഞ മാതിരി തന്നെ എന്താ അവസ്ഥ? ഭയങ്കര ഇത്രയും ഒരു ബുദ്ധിമുട്ടിലേക്ക് നിങ്ങൾ വീട്ടമ്മമാർ? ഞങ്ങളെ കഥ ഭയങ്കര തന്നെയാണ്. ഗ്യാസ് ആണെങ്കിൽ ഇപ്പൊ ഒരു മാസം കഴിഞ്ഞാൽ കിട്ടുന്നില്ല, അതിന് ബുദ്ധിമുട്ടാണ്. ഞങ്ങൾക്ക് വിറകടുപ്പൊന്നും ഈ ഫ്ലാറ്റിൽ ഉപയോഗിക്കാൻ പറ്റാത്ത സ്ഥിതി എന്നെക്കൊണ്ട് ഗ്യാസ് ഇല്ലാണ്ട് ഞങ്ങൾക്ക് പറ്റൂല. അതാണ് വില കൂടി വരികയാണ്. പിന്നെ പാലിനാണെങ്കിൽ പാല് ചായ ഇല്ലാണ്ട് ഞങ്ങൾക്ക് ജീവിക്കാനേ പറ്റൂല. അപ്പോൾ പാലിനും ഇങ്ങനെ വില കൂടിയിട്ടുണ്ടെങ്കിൽ എന്താ ഞങ്ങൾ ചെയ്യുക? സാധാരണക്കാരായ ഞങ്ങൾക്ക് ജീവിക്കാൻ ബുദ്ധിമുട്ടാ. അപ്പൊ പാവങ്ങളെ കഥ ഒന്ന് ആലോചിച്ച് നോക്കണം. എന്താ അവസ്ഥ? അടുക്കള ബജറ്റ് തെറ്റാണ്. അതൊക്കെ തന്നെ എനിക്കും പറയാനുള്ളത്. ഈ ഒരു ബുദ്ധിമുട്ടിനെ കുറിച്ച് പ്രോഡക്ട്സിന്റെ പ്രൈസ് ഇങ്ങനെ ഇൻക്രീസ് ചെയ്താൽ അതനുസരിച്ച് സാലറിയും ഇൻക്രീസ് ചെയ്യണ്ടേ? അപ്പോൾ ഇങ്ങനെ അധികം ഇൻക്രീസ് ചെയ്യുമ്പോൾ അതും കൂടി ഒന്ന് എന്താണ് പറയുന്നത്? നമുക്ക് മന്ത്ലി ഒരു സാലറി നമുക്ക് ഓൾറെഡി ഉണ്ട്. അപ്പം ഇങ്ങനെ ഒരു ഗ്യാസിന് വില കൂടുമ്പോൾ പാലിനും വില കൂടുമ്പോൾ നമ്മളൊരു മന്ത്ലി കൊണ്ടുപോകുന്ന അതെല്ലാം താഴേക്ക് പോവുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഇത് ഭയങ്കര ഒരു ബുദ്ധിമുട്ട് തന്നെയാണ്. ഗോപി, നമ്മൾ ശമ്പളക്കാരാണ് നമ്മളെല്ലാം, ഗോപി ഞാനും ഒക്കെ. യഥാർത്ഥത്തിൽ ഈ ശമ്പളക്കാർക്ക് കൂടാത്തത് ശമ്പളവും, എന്നാൽ അതേ സമയത്ത് കൂടുന്നത് ബാക്കി എല്ലാ നിത്യോപയോഗ സാധനങ്ങളുടെ വിലയും. അതാണ് ഈ വീട്ടമ്മമാർ പങ്കുവയ്ക്കുന്നത്. അതായത് അടുക്കള ബജറ്റ് താളം തെറ്റുന്നു. മാത്രവുമല്ല, അവർക്ക് പുറത്തിറങ്ങി ഒരു ചായ കുടിക്കണമെങ്കിലും കാശ് കൂടുതൽ കൊടുക്കണം. മറ്റൊന്ന്, ഈ ഫ്ലാറ്റിലെ ഏറ്റവും വലിയ പ്രശ്നം ഏതെങ്കിലും രീതിയിൽ മറ്റ് പാചകം സാധ്യതയില്ല. ഇപ്പം നാട്ടിൻപുറത്ത് എനിക്കൊക്കെ ധർമ്മടത്തെ വീട്ടിലാണെങ്കിൽ അത്യാവശ്യം വിറക് കത്തിക്കാം, ഗ്യാസ് ഇല്ലെങ്കിലും. പക്ഷേ ഈ കോഴിക്കോട് നഗരത്തിൽ അത് സാധിക്കില്ല. അപ്പൊ ഇത്തരത്തിലുള്ള ഒരു വലിയ പ്രതിസന്ധിയാണ് ഈ നഗരവാസികളെ സംബന്ധിച്ചിടത്തോളം ബാധിച്ചിരിക്കുന്നത്. അത് തന്നെയാണ് ഈ PVS പാർക്ക് ഓർക്കിഡ് ഗാർഡനിലെ വീട്ടമ്മമാർ പങ്കുവെക്കുന്നത്. ഗോപീഷൻ, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.